ഹായ്, എല്ലാവർക്കും ഡെവിൾ ക്രിയേഷൻ ഡെവിളിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് RRBയുടെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. RRB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. RRBൻ്റെ തന്നെ സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഞാൻ ഈ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുന്നത്. RRBയുടെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PO, അതേപോലെ തന്നെ ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്കുള്ള എക്സാം പാറ്റേണിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഓൺലൈൻ എക്സാമിനേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രിലിംസ്, അത് കഴിഞ്ഞ് മെയിൻസ്, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലാണ്. ബാക്കിയുള്ള ബാങ്കിങ് എക്സാമിനെക്കാട്ടും കുറച്ചും കൂടെ എളുപ്പമാണ് RRBയുടെ എക്സാം. RRBയുടെ എക്സാം പാറ്റേൺ ബാക്കിയുള്ള ബാങ്കിങ് എക്സാമിനെക്കാട്ടും വളരെയധികം ഡിഫറൻസ് ഉള്ളതാണ്. ആദ്യം ഞാനിവിടെ പറയുന്നത് പ്രിലിമിനറി എക്സാമിനെ കുറിച്ചാണ്. ഓഫീസ് അസിസ്റ്റൻ്റ് അഥവാ മൾട്ടി പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ റീസണിങ്ങും അതേപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയുമാണ് സബ്ജക്റ്റ്. ഈ രണ്ട് സെക്ഷനിൽ നിന്നാണ് പ്രിലിമിനറി എക്സാമിന് ചോദിക്കുക. സാധാരണ ബാങ്ക് എക്സാമിൽ ഇംഗ്ലീഷും കൂടെ ഉൾപ്പെടുന്നതാണ്, പക്ഷേ ഇതിൽ അങ്ങനെയില്ല. റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയുമാണ് രണ്ട് സെക്ഷൻസ് ആയിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 റീസണിങ്ങിലും 40, അതേപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയിലും 40. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന രീതിയിൽ മാക്സിമം മാർക്ക് നമുക്ക് 40 രണ്ട് സെക്ഷനിലും കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണിങ്ങിൽ 40 മാർക്കും അതേപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 40 മാർക്കും. ടോട്ടലായിട്ട് നമുക്കുള്ള ക്വസ്റ്റ്യൻ 80. അതേപോലെ തന്നെ മാക്സിമം മാർക്ക് നമുക്ക് ഈ എക്സാമിൽ കിട്ടാവുന്നത് 80. ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 മിനിറ്റാണ്. 45 മിനിറ്റിനുള്ളിൽ ഈ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും കിട്ടൂല എന്നതാണ് സത്യം. ഇനി അടുത്തത് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1ൻ്റെ അടുത്തതായിട്ട് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1ൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. പ്രിലിംസ് എക്സാം പാറ്റേണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്ലറിക്കൽ പോസ്റ്റിലുള്ളതുപോലെ ഇവിടെയും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡുമാണ് എക്സാം സബ്ജക്റ്റായിട്ട് വരുന്നത്. ഇതിലും ഇംഗ്ലീഷ് ഇല്ല. അപ്പം റീസണിങ്ങിൽ നിന്ന് 40 ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80, ടോട്ടൽ 80. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന രീതിയിലാണ് ഇവിടെയും വരുന്നത്. അങ്ങനെ നമുക്ക് റീസണിങ് പാർട്ടിൽ നിന്ന് കിട്ടുന്നത് 40 മാർക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് കിട്ടുന്നത് 40 മാർക്കുമായിരിക്കും. അങ്ങനെ ടോട്ടൽ മാർക്ക് 80. എക്സാമിനേഷൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റാണ്. 45 മിനിറ്റിൽ 80 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണം. നമുക്ക് കിട്ടാവുന്ന മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80. ഞാനിനി പറയാൻ പോകുന്നത് മെയിൻസ് എക്സാമിനെ കുറിച്ചാണ്. പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻസ് എക്സാമാണ്. അപ്പം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ ക്ലറിക്കൽ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിനി പറയാൻ പോകുന്നത്. റീസണിങ്ങിൽ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആ സെക്ഷനിൽ ടോട്ടലായിട്ട് 50 മാർക്കായിരിക്കും കിട്ടാവുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞത് കമ്പ്യൂട്ടർ നോളജാണ്. കമ്പ്യൂട്ടർ നോളജിൽ നമുക്ക് ടോട്ടലായിട്ട് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ 20 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് മാക്സിമം കിട്ടാവുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അപ്പോൾ ലാംഗ്വേജിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. ഇനിയുള്ളത് ന്യൂമറിക്കൽ എബിലിറ്റിയാണ്.
ഈ സെക്ഷനിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്നത് 50 മാർക്കാണ് ഈ സെക്ഷനിൽ. നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ആയിരിക്കും. പിന്നെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറായിരിക്കും. എന്നുവെച്ചാൽ 2 മണിക്കൂറും കൊണ്ട് 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനിനി പറയാൻ പോകുന്നത് ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻസ് ലെവൽ എക്സാമിനെ കുറിച്ചാണ്. റീസണിംഗ് ആണ് ഫസ്റ്റത്തെ സബ്ജക്റ്റ്. അപ്പം 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 50 മാർക്കാണ് നമുക്ക് ഈ സെക്ഷനിലൂടെ കിട്ടാവുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോളജിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ 20 മാർക്കായിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. ഇനി അടുത്തത് ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും. അങ്ങനെ ആ സെക്ഷനിൽ നമുക്ക് ടോട്ടൽ 40 മാർക്കായിരിക്കും കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ആണ്. അത് നമുക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി, നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൽ വരുന്നതെന്ന് വെച്ചാൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് കിട്ടാവുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 50 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. അങ്ങനെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം 200ഉം മാക്സിമം മാർക്ക് നമുക്ക് ഈ എക്സാമിന് കിട്ടുന്നത് 200ഉമാണ്. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറായിരിക്കും. 2 മണിക്കൂറും കൊണ്ട് നമ്മൾ 200 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ 1 മിനിറ്റ് പോലും നമുക്ക് ടൈം ഇല്ല. ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഓഫീസർ സ്കെയിൽ 2ൻ്റെ എക്സാമിനേഷനെ കുറിച്ചാണ്. ഈ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒറ്റൊരു എക്സാം ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രിലിംസ് മെയിൻസ് അന്നിങ്ങനെ ഉണ്ടാവില്ല. ഒറ്റൊരു എക്സാം ആയിരിക്കും ഉണ്ടാവുക. ഓഫീസർ സ്കെയിൽ 1 ജനറൽ ബാങ്കിങ് ഓഫീസറിൻ്റെ എക്സാമിനേഷനെ കുറിച്ചാണ് ഞാനീ പറയാൻ പോകുന്നത്. ആദ്യത്തെ സബ്ജക്റ്റ് റീസണിംഗ് ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് 50 മാർക്കായിരിക്കും ഈ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. പിന്നെയുള്ളത് കമ്പ്യൂട്ടർ നോളജാണ്. കമ്പ്യൂട്ടർ നോളജിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് 20 മാർക്കായിരിക്കും മാക്സിമം കിട്ടാവുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ആണ്. 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിലായിരിക്കും. അങ്ങനെ ടോട്ടൽ 40 മാർക്കായിരിക്കും ആ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ്. അത് ഇംഗ്ലീഷ് ആവാം അല്ലെങ്കിൽ ഹിന്ദി ആവാം, നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 40 ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും വരിക. അങ്ങനെ ടോട്ടൽ 40 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അടുത്ത സബ്ജക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആയിരിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻസുമായിരിക്കും ഇതിലുണ്ടാവുക. അങ്ങനെ ടോട്ടൽ 50 ആയിരിക്കും നമുക്ക് ഈ സെക്ഷനിലുള്ള മാർക്ക് എന്ന് പറയുന്നത്. 2 മണിക്കൂറാണ് ടോട്ടൽ എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത്. 200 മാർക്കായിരിക്കും ടോട്ടൽ നമുക്ക് ഈ എക്സാമിലൂടെ കിട്ടുന്നത്. 200 ക്വസ്റ്റ്യന് 200 മാർക്ക് എന്ന രീതിയിൽ. ഇനി അടുത്തത് പറയുന്നത് ഓഫീസർ സ്കെയിൽ 2ൽ പെടുന്ന സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് എന്ന സെക്ഷനിലെ എക്സാമിനെ കുറിച്ചാണ്. അപ്പം അതിൻ്റെ അകത്തുള്ളത് പ്രൊഫഷണൽ നോളജ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40
ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 40 മാർക്കായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസണിങ് ആയിരിക്കും. അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പറയുന്നത് 40 ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന രീതിയിൽ ടോട്ടൽ 40 മാർക്കായിരിക്കും ഈ സെക്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ആയിരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ടോട്ടൽ. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്ന രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് ടോട്ടലായിട്ട് കിട്ടാവുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇവിടെ ഈ ലാംഗ്വേജിൽ വരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ലാംഗ്വേജ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ നമുക്ക് 1/2 മാർക്കായിരിക്കും കിട്ടുക. എന്നുവെച്ചാൽ ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ 20 മാർക്കായിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ നോളജ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 1/2 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 20 മാർക്കായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ നിന്ന് മാക്സിമം കിട്ടാവുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 240 ആയിരിക്കും. നമുക്ക് മാക്സിമം മാർക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 200. എക്സാം ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂറാണ്. അടുത്ത ഞാൻ പറയുന്നത് ഓഫീസർ സ്കെയിൽ 3ൻ്റെ എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. റീസണിങ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്നുള്ള രീതിയിൽ 10 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്നുള്ള രീതിയിൽ 30 ക്വസ്റ്റ്യൻസും അങ്ങനെ ടോട്ടൽ 50 മാർക്കായിരിക്കും ഈ സെക്ഷനിൽ നിന്ന് ഉണ്ടാവുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജാണ്. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ ടോട്ടൽ നമുക്ക് 20 മാർക്കായിരിക്കും ഈ സെക്ഷനിലൂടെ കിട്ടാവുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അവയർനെസ്സിൽ 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ 40 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടാവുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ 40 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അതിനകത്ത് 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് എന്ന രീതിയിൽ 10 ക്വസ്റ്റ്യൻസും 1 മാർക്കിന് 1 ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ 30 ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 50 മാർക്കായിരിക്കും നമുക്ക് ആ സെക്ഷനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമുക്ക് ടോട്ടലായിട്ട് കിട്ടാവുന്ന മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200. ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനുള്ളിൽ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം എല്ലാവർക്കും RRBയുടെ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. സ്റ്റേ വിത്ത് മീ ആൻഡ് ചേസ് യുവർ ഡ്രീം.